ഹലോ, ഇന്ന് നമുക്കൊരു അച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. ചെമ്മീപ്പുളി അച്ചാറാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഈ പുളിക്ക് പറയണ പേരെന്നൊന്ന് പറയണേ. കൊടുങ്ങല്ലൂരൊക്കെ ചെമ്മീപ്പുളി എന്നോ പറയാം, ഇവിടെ പാലപ്പെട്ടിയിലൊക്കെ ഇരുമ്പാമ്പുളി എന്നും പറയും. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തേക്കണത്. പിന്നെ വെളുത്തുള്ളി മുഴുവനോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബൗളിൽ നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കണം, നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഈ സമയത്തല്ല, പഞ്ചസാര ആണെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതി. അങ്ങനെ ഈത്തപ്പഴമൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടിയതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ, സൊർക്ക. അപ്പോൾ പുളി ആയതുകൊണ്ട് തന്നെ പുളിക്ക് നല്ല പുളി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് സൊർക്ക കുറച്ച് ചേർത്താൽ മതിട്ടാ. അത് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനവിടെ ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാവും കേട്ടോ. ഇത് വെന്ത് വരുമ്പോൾ ഈ ഒരു പരുവത്തിലാവും. അപ്പോൾ അതേ ഇതാണ് നമ്മളുടെ അച്ചാറ്. ഞാൻ കുറച്ച് നേരം തീ കുറച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വാടി നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്